ആദായനികുതി വകുപ്പ് റെയ്ഡിനിടെ ആത്മഹത്യ ചെയ്ത കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ സംസ്കാരം ബംഗളൂരുവിൽ നടക്കും. ബെന്നാർഘട്ടയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. 1 മണിവരെ പൊതുദർശനമുണ്ടാകും. മരണത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബം ആവർത്തിക്കുകയാണ്. കേന്ദ്ര ഏജൻസിയുടെ സമ്മർദ്ദമാകാം മരണകാരണമെന്നും മറ്റൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്നും സഹോദരൻ CJ ബാബു പറഞ്ഞു. 3 ദിവസമായി ആദായനികുതി റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു. സംസാരിക്കണമെന്ന് അറിയിച്ച് ഇന്നലെ രാവിലെ 10:40 റോയ് വിളിച്ചിരുന്നതായും CJ ബാബു പ്രതികരിച്ചു. കേരള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നിരുന്നത്. ഇൻ ഹിസ് ഓഫീസ്. അവര് 3 ദിവസമായിട്ട് അവർ ഓഫീസിലുണ്ട്. 28-ാം തീയതി ഒന്നാണ്, 28, 29, ഇന്നലെ 30-ാം തീയതി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 10:40 രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എപ്പോഴാണ് വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആള് പോയി. അത് ആയിരിക്കാം. വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, അതിപ്പോ ഞാൻ ഫാമിലിയൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഫാമിലിയെ കണ്ടിട്ടില്ല. സംസാരിച്ചിരുന്നു. അല്ല, അവര് അത് തന്നെ പറഞ്ഞു. MG മിഥുനും ഡാനി പോളും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം മിഥുനിലേക്ക് പോകണം. ഇതിന് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങ് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ന് വൈകുന്നേരമാണ് പറഞ്ഞിരുന്നത്, നാളത്തേക്ക് മാറ്റിയെന്നറിയുന്നു. സ്വാഭാവികമായും വളരെ പ്രധാനപ്പെട്ട അന്വേഷണമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം ലഭിക്കാനുണ്ട്, തെളിവുകൾ ശേഖരിക്കാനുണ്ട്. അതിൻ്റെ ഒരു കാലതാമസമാണോ? രജിത്ത്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് വൈകിട്ട് തന്നെ ഈ സഹോദരൻ്റെ വീട്ടുവളപ്പിൽ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നുള്ളതാണ്. അല്പസമയത്തിന് മുമ്പ് ചില അവ്യക്തതകളുണ്ട് ഈ കാര്യത്തിൽ. നാളത്തേക്ക് ഈ സംസ്കാര ചടങ്ങുകളൊക്കെ മാറ്റി എന്നുള്ള രീതിയിലുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിപ്പോൾ ആ അഭ്യൂഹങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് തന്നെ നടക്കുമെന്നുള്ള ഒരറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത്. മറ്റൊന്ന്, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഉച്ചയോടുകൂടി ഈ പൊതുദർശനമൊക്കെ നടക്കും. ഒപ്പം തന്നെ ഈ കുടുംബാംഗങ്ങളുടെ മറ്റേ ഇനി അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ കുടുംബം നിരവധി ആരോപണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. ആദായ നികുതി ഉദ്യോഗസ്ഥരെ പ്രതിചേർത്തുകൊണ്ട് കേസെടുത്തുകൊണ്ട് അവർക്കെതിരെ അന്വേഷണം ശക്തമാക്കണം, ഊർജിതമായി മുന്നോട്ട് പോകണം. അതായത് ഒരു കടബാധ്യതയോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ബാധ്യതകളോ അതല്ല മറ്റെന്തെങ്കിലും ത്രട്ടനിങ്ങോ ഭീഷണിയോ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യുന്ന തരത്തിലേക്ക് പോകും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിയത് എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ അന്വേഷണം നടക്കണം. ഇവരുടെ ഒരു സമ്മർദ്ദം മൂലമാണ് റോയി ജീവനൊടുക്കുന്ന തരത്തിലേക്ക് പോയത്, ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് പോയത് എന്നുള്ള ആരോപണമാണ് അല്പസമയത്തിന് മുമ്പ് ഈ റോയിയുടെ സഹോദരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത്. 5 പേജ് അടങ്ങിയ പരാതികളാണ് ഈ പോലീസിന് നൽകിയിട്ടുള്ളത്, കോൺഫിഡന്റ് ഗ്രൂപ്പ് നൽകിയിട്ടുള്ളത്. അതനുസരിച്ച് സർക്കാർ ഈ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഈ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അവിടുത്തെ കർണാടകയിൽ CIDക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ അന്വേഷണം, കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം നടക്കുമെന്ന് സർക്കാർ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തണം. കഴിഞ്ഞ ദിവസം എത്തിയ കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്ന ഈ റെയ്ഡിൽ പങ്കെടുത്തിട്ടുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തും. ഏതൊക്കെ സാഹചര്യത്തിലാണ് റോയി ഈ ഒരു ആത്മഹത്യ ചെയ്യാൻ ഉണ്ടായത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണോ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതടക്കം കൃത്യമായി പരിശോധിക്കുകയും ചെയ്യുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. രജിത്ത്, തുടരുക. MG മിഥുൻ തുടരുന്നുണ്ട്. ഒപ്പം ഡാനി പോൾ കൂടി കൊച്ചിയിൽ. ഡാനി, ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനയാണ്. ഒപ്പം EDയുടെ റഡാറിലായിരുന്നു CJ റോയ് എന്നും മനസ്സിലാക്കുന്നു. അശോകനഗർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസും മറ്റും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നുണ്ട്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. അവർ അവിടെ തുടരുകയാണ്. കൊച്ചിയിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ സൂചനകൾ കൂടി വരുന്നുണ്ട്. ഏതായാലും നേരത്തെ മിഥുനൊക്കെ പറഞ്ഞതുപോലെ കടങ്ങളില്ലാത്ത, ലോണുകളില്ലാത്ത ഒരു ബിസിനസ്സുകാരനെ എങ്ങനെ സംശയനിഴലിൽ ആദായ നികുതി വകുപ്പ് എത്തിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണല്ലോ. അക്കാര്യത്തിലാണ് ഉത്തരം നൽകേണ്ടത്. ഒപ്പം കുടുംബം ഉന്നയിക്കുന്ന ആരോപണമുണ്ട്, അവരുടെ പീഡനം വലിയ തോതിൽ റോയിയെ മാനസിക സമ്മർദ്ദത്തിലാക്കി എന്ന കാര്യത്തിൽ. ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടത് വകുപ്പ് തന്നെയാണ്. അവരുടെ ഒരു വിശദീകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ?
രഞ്ജിത്ത്, ആദായനികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണം ഉണ്ടാകും. അത് ഇപ്പോൾ ഉള്ള അവിടെയുള്ള നടപടിക്രമങ്ങൾ അവസാനിച്ചതിന് ശേഷമാണ് പൊതുവിൽ അത് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ അതിന് മുൻപ് ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് ഈ രീതിയിൽ വലിയ രീതിയിലേക്ക് വിവാദങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ തന്നെ ഇതൊരു ചോദ്യങ്ങളുടെ മുൻപിലേക്ക് അവർ പൊടുന്നനെ എത്തപ്പെട്ട സ്ഥിതിക്കും അതുകൊണ്ട് തന്നെ ഒരു വിശദീകരണം ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഒരു തുടർച്ചയായ നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധന എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം അവസാനത്തോടെ 2025 അവസാനത്തോടെ നവംബറിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മറ്റ് പല പരിശോധനകളുടെ ഭാഗമായിട്ട് ഈ കോൺഫറൻസ് ഗ്രൂപ്പിനെയും സംബന്ധിയായ രീതിയിൽ ചില പരിശോധനകൾ നടന്നിരുന്നുവെന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. ഒപ്പം തന്നെയും കൊച്ചി ഓഫീസിലും ഇത്തരം ചില പരിശോധനകൾ നടന്നിരുന്നു. അവരുടെ ഡയറക്ടർ ഈ കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ ഡയറക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദായ നികുതി വകുപ്പ് ഈ ചില പരിശോധനകളും മൊഴിയെടുപ്പും കാര്യങ്ങളുമെല്ലാം തന്നെ നടത്തുകയും ചെയ്തത്. പിന്നീടാണ് ഈ ബംഗളൂരുവിലേക്ക് ഈ ആദായ നികുതി വകുപ്പ് കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അവിടേക്ക് പോവുകയും ചെയ്തു. ഇതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് ഈ രീതിയിലുള്ള ഒരു നടപടികൾ ഉണ്ടാകുകയും ചെയ്തത്. അതിനുശേഷം പിന്നീട് ചില രേഖകളിലെ ഒരു സംശയങ്ങൾ നിവർത്തിക്കുക എന്ന കാര്യത്തിലാണ് പിന്നീട് ഇവരെ വിളിച്ചു വരുത്തുകയും ചെയ്തത്. ഈ CJ റോയെ അടക്കം ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടക്കുകയും ചെയ്തത്. അപ്പോൾ ആ പ്രോസസ്സ് മാത്രമാണ് അവിടെ നടന്നത്. അതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുകയും ആത്മഹത്യയിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. എന്തായാലും ഈ കാര്യങ്ങൾ കൃത്യമായൊരു വിശദീകരണം അടക്കം അവർ നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം ഇതിൽ ചില ഡോക്യുമെൻ്റ് സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ രീതിയിലുള്ളൊരു നടപടികൾ ഉണ്ടായത്. പ്രത്യേകിച്ച് ലോക്കറുകളിൽ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിൽ ചില വിശദീകരണം ആവശ്യപ്പെട്ടതായിട്ടാണ് ഉദ്യോഗസ്ഥരിൽ നിന്നടക്കം പുറത്തു വരുന്ന ഒരു വാർത്തകൾ. അപ്പോൾ അതെന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നതെല്ലാം ഇനി വിശദീകരിക്കപ്പെടേണ്ടതാണ്. കുടുംബവും ന്യായമായും വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള സംഘം, അന്വേഷണ സംഘം, അഡീഷണൽ ഡയറക്ടർ കൃഷ്ണപ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ രാജ്യമെമ്പാടും ഉയരുന്നൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ആദായ നികുതി വകുപ്പ് അവരുടെ ഒരു പരിശോധനകളുടെ ഭാഗമായി അവിടെ എന്ത് നടന്നു, ഏതെല്ലാം രേഖകൾ അവർ ആവശ്യപ്പെട്ടിരുന്നു എന്ന കാര്യങ്ങളിലെല്ലാം കൃത്യമായൊരു വിശദീകരണം ഇക്കാര്യങ്ങളിൽ വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ തന്നെ കേന്ദ്ര ഏജൻസികളെ തന്നെ ഈ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിലേക്കെല്ലാം തന്നെ ഇപ്പോൾ ചർച്ചകൾ മാറുന്നത് കൊണ്ട് തന്നെ വൈകാതെ ഒരു വിശദീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ പരിശോധനകളുടെ തുടർച്ചയായാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ബംഗളൂരുവിൽ എത്തിയത്. അവിടെ നേരത്തെ മുൻകൂട്ടി അറിയിച്ചത് പ്രകാരം തന്നെയാണ് അവിടേക്ക് CJ റോയെ വിളിച്ചു വരുത്തുകയും പിന്നീട് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ബംഗളൂരുവിൽ തന്നെയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് സംഘം തന്നെയും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴിയെടുത്ത ശേഷമായിരിക്കും അവർക്കും തിരിച്ചിങ്ങോട്ടേക്ക് എത്താനായിട്ട് സാധിക്കുക. ഇക്കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണങ്ങൾ വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അതാണ് ആദായ നികുതി ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കേണ്ടത്. മിഥുന്, കുടുംബം ഉന്നയിക്കുന്ന ഗൗരവതരമായ ആരോപണം കഴിഞ്ഞ ദിവസം സഹോദരൻ പറഞ്ഞിരുന്നു വലിയ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന്. ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോഴും സഹോദരൻ സമാനമായി തന്നെ പറയുന്നൊരു പശ്ചാത്തലമുണ്ട്. സമാനമായി തന്നെ എത്ര കാര്യങ്ങൾ പറയുകയാണ്. റോയിയുമായി ബന്ധപ്പെട്ട് റോയി ഒരു കടവുമില്ലാത്ത, ശത്രുക്കളില്ലാത്ത ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങളുണ്ട് എന്നുള്ള തരത്തിലാണ്. കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമവശങ്ങളിലേക്ക്, നിയമ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? ഒപ്പം ബാംഗ്ലൂരു പോലീസിൻ്റെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? രജിത്ത്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അടുത്തിടെ ഈ സിനിമാ താരങ്ങളും ഒപ്പം തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രമുഖരും ബിസിനസ് ടൈക്കൂണുകളും ഒക്കെ പങ്കെടുത്തൊരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു റഡാറിലേക്ക്, അതായത് ഈ ആദായ നികുതി വകുപ്പിൻ്റെ റഡാറിലേക്ക് CJ റോയി എത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷമാണ് ഈ റെയ്ഡുകളും ഒപ്പം തന്നെ പരിശോധനകളും ഒക്കെ വ്യാപകമായി ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്ത്. അത് ഏത് തരത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ
ഇങ്ങനെ ഒരു പാർട്ടി കഴിഞ്ഞതിന് ശേഷം പൊടുന്നനെ ഇങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്ത് പരിശോധനയാണ് നടത്തുന്നത്? തൻ്റെ സഹോദരൻ്റെ പേരിൽ ഒരു തരത്തിലുമുള്ള ലോണോ അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള ബാധ്യതകളോ ഒരു തരത്തിലുമുള്ള ഭീഷണികളോ ശത്രുക്കളോ ഒന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു ടീം പൊടുന്നനെ വരിക, പരിശോധനകൾ നടത്തുക, ഓരോ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തുന്നു? അത് കഴിഞ്ഞ 3 മാസമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂരു കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധന നടക്കുമ്പോൾ CJ റോയിയോട് അവിടേക്ക് വരുവാനുള്ള ആവശ്യം മുൻകൂട്ടി അറിയിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിളിച്ചു വരുത്തുകയും ചെയ്തത്. അതൊക്കെ എന്തിൻ്റെ പേരിലാണ്? എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെയൊക്കെയുള്ള പരിശോധന ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെന്നുള്ള സംശയമാണ് ഇവർ ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ഈ പാർട്ടിയിൽ പങ്കെടുത്ത സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഒപ്പം തന്നെ മറ്റ് ഈ ബിസിനസ് മേഖലയിൽ തന്നെ ഉള്ള മറ്റ് പ്രമുഖരുണ്ട്. ഈ റിയൽ എസ്റ്റേറ്റ് പങ്കാളികളുണ്ട്. ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരികയും ചെയ്യും. അതിൽ ഒരു വിശദീകരണം നൽകേണ്ടത് ഇപ്പോൾ ഡാനി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അവരുടെ ഒരു വിശദീകരണം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ കുടുംബം വിശദമായ രീതിയിൽ തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ, അതായത് കൃത്യമായ ആരോപണങ്ങൾ ഈ ആദായ നികുതി ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് രംഗത്തുണ്ട്. നിയമ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സ്വാഭാവികമായും കുടുംബം കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഉടൻ തന്നെ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം പ്രഖ്യാപിക്കുകയും അതിനൊരു സംഘത്തെ ചുമതലപ്പെടുത്തി കർണാടക CID അടക്കം ഈ ഒരു അന്വേഷണ ചുമതല കൈമാറുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, അശോക് നഗർ പോലീസ് ഇതിന്റെ വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ റെയ്ഡ് നടക്കുന്ന അവിടെ സംഭവിച്ചത് എന്താണ് അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ ആത്മഹത്യയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഭവമാണോ അവിടെ ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് കൂടി കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിൽ റോയുമായി ബന്ധപ്പെട്ട ഈ സമ്മർദ്ദം ചെലുത്തുന്നത്, അതായത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് റോയ്ക്ക് മേൽ ഉണ്ടായിരുന്നോ, ആ സംശയം കൂടി കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആരോപണം കൂടി അല്പസമയത്തിന് മുമ്പ് സഹോദരൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അതേ ആരോപണം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥരെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോകണമെന്നുള്ളതാണ്. സ്വാഭാവികമായും ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരുടെ ഒരു വിശദീകരണം കൂടി കേട്ടതിന് ശേഷമായിരിക്കും മറ്റു തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ശരി, MG മിഥുനും ഡാനി പോളുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.